നമസ്കാരം. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുഃഖകരമായ ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇരുമ്പനത്ത് സ്കൂട്ടർ ലോറിക്കടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ചു. ഇരുമ്പനം മനയ്ക്കപ്പടിക്ക് സമീപം കുഴിവേലിൽ വീട്ടിൽ പരേതനായ ഷാജിയുടെയും ഉമാദേവിയുടെയും മകളായ 23-കാരി ശ്രീലക്ഷ്മിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 8:30 വടക്കേ ഇരുമനം HP പെട്രോൾ പമ്പിനടുത്ത് ഷാപ്പുംപടി സ്റ്റോപ്പിലായിരുന്നു ഇത്തരത്തിൽ അപകടമുണ്ടായത്. ശ്രീലക്ഷ്മി സഞ്ചരിച്ച സ്കൂട്ടർ സമാന ദിശയിൽ സഞ്ചരിച്ച ഗ്യാസ് സിലിണ്ടർ ലോറിയുടെ അടിയിലേക്ക് വീഴുകയായിരുന്നു. എതിർദിശയിൽ വന്ന കാർ സ്കൂട്ടറിൽ തട്ടിയതാകാം അപകട കാരണമെന്നാണ് പറയുന്നത്. തലയിലൂടെ ലോറിയുടെ ടയർ കയറിയിറങ്ങിയ യുവതി തൽക്ഷണം മരിക്കുകയായിരുന്നു. കാക്കനാടുള്ള ആബ സോഫ്റ്റിലെ ജീവനക്കാരിയായ ശ്രീലക്ഷ്മി കഴിഞ്ഞ ദിവസം രാവിലെ ജോലിക്ക് പോകുന്നതിനെയാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം സംസ്കരിച്ചു. ഇതിനിടെ വ്യാഴാഴ്ച രാത്രി ചെന്നൈ മെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ പരിക്കേറ്റ പറവൂർ ഫയർ സ്റ്റേഷനിലെ സീനിയർ ഫയർ ഓഫീസർ SS രഞ്ജിത്ത് ആ അപകടത്തെക്കുറിച്ച് വ്യക്തമാക്കി രംഗത്ത്. വെടിപൊട്ടുന്ന പോലൊരു ശബ്ദത്തിനൊപ്പം തലയുടെ ഇടതുഭാഗത്ത് ശക്തിയിൽ എന്തോ വന്നിടിച്ചു. കുറെ നേരത്തേക്ക് മരവിപ്പും പെരുപ്പും ചെവിയിലൊരു മൂളലും മാത്രം. ഇടതു ചെവിക്ക് മുകളിലായി കഠിനമായ വേദന. തൊട്ടുനോക്കിയപ്പോൾ കൈകളിൽ പുരണ്ടത് ചോര. തല കറങ്ങിപ്പോയി. ഇരുന്ന സീറ്റിന് താഴേക്ക് നോക്കിയപ്പോൾ 1.5 ഇഞ്ചോളം വലുപ്പമുള്ളൊരു മെറ്റൽ കഷ്ണം നിലത്ത് കിടക്കുന്നു. അപ്പോഴാണ് എയർ കൊണ്ടതാണെന്ന് പോലും മനസ്സിലായത്. തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിലേക്കുള്ള യാത്രക്കിടയിലാണ് നെടുമങ്ങാട് സ്വദേശിയായ രഞ്ജിത്തിന് ഇടപ്പള്ളിക്കും കളമശ്ശേരിക്കും ഇടയിൽ വെച്ച് കല്ലേറിൽ പരിക്കേറ്റത്. ഇടതു ചെവിക്ക് 2 ഇഞ്ച് മുകളിലായി ആഴത്തിലായിരുന്നു മുറിവ്. 2 തുന്നലിടേണ്ടി വന്നു. കളമശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം എത്താൻ 100 മീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ട്രെയിൻ വലിയ വേഗത്തിലായിരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഉണ്ടാകാതിരുന്നതെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. വേദന കടിച്ചു പിടിച്ച് യാത്ര പൂർത്തിയാക്കിയ രഞ്ജിത്ത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തന്നെ എറിഞ്ഞ കല്ലുൾപ്പെടെ പോലീസിന് കൈമാറി പരാതി നൽകി. തുടർന്ന് ആലുവ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇപ്പോഴും സംഭവത്തിന്റെ ആഘാതത്തിൽ നിന്ന് രഞ്ജിത്ത് പൂർണ്ണമായി മുക്തനായിട്ടില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന രഞ്ജിത്ത് ഇത്തരമൊരു ദുരനുഭവം ആദ്യമായി നേരിടുകയാണ്. കളമശ്ശേരി സ്റ്റേഷന് മുൻപ് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് എയർ വന്നതെന്നും വെളിച്ചം കുറവുള്ള പ്രദേശമായതിനാൽ ഒന്നും വ്യക്തമായി കാണാൻ സഹയാത്രികർക്ക് കഴിഞ്ഞില്ലെന്നുമാണ് രഞ്ജിത്ത് പറയുന്നത്. അരൂർ ഹോട്ട്സ്പോട്ട് കഴിഞ്ഞ 2 മാസത്തിനിടെ എറണാകുളം മേഖലയിൽ ട്രെയിനുകൾക്ക് നേരെയുണ്ടായ 4ാമത്തെ കല്ലേറാണ് കളമശ്ശേരിയിലേത്. ബുധനാഴ്ച രാത്രിയിൽ കുമ്പളം ഭാഗത്ത് വെച്ച് കായംകുളം പാസഞ്ചർ ട്രെയിനിന് നേരെയും കല്ലേറ് നടന്നു. വിൻഡോ സീറ്റിൽ ഇരുന്ന യുവാവ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ജില്ലാ അതിർത്തിയായ അരൂരാണ് നിലവിൽ എറണാകുളം മേഖലയെ കല്ലേറിന്റെ ഹോട്ട്സ്പോട്ട്. 4 കല്ലേറുകളിൽ 3 ഈ മേഖലയിലായിരുന്നു. ഒക്ടോബർ 30-ന് അരൂർ വെളുത്തുള്ളി റെയിൽവേ ഗേറ്റിന് സമീപം ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ എഞ്ചിൻ ക്യാബിനിലെ ജനൽ ചില്ലുകൾ കല്ലേറിൽ തകർത്തിരുന്നു. ലോക്കോ പൈലറ്റ് പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ സംഭവത്തിൽ ക്രിമിനൽ കേസ് പ്രതി ഉൾപ്പെടെ 2 പേരെ റെയിൽവേ സംരക്ഷണ സേന ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടി. ഇതിനു മുൻപും ഇതേ പ്രദേശത്ത് തന്നെ ട്രെയിനിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. ഈ മാസം 9-ന് നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസിന് നേരെ പിറവം റോഡ് സ്റ്റേഷന് സമീപത്ത് വെച്ചും കല്ലേറുണ്ടായി. പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളാണ് പ്രതിസ്ഥാനത്ത്. ഇവരെ RPF പിടികൂടിയത് ചൊവ്വാഴ്ചയാണ്. മദ്യലഹരിയിലാണ് കല്ലെറിഞ്ഞതെന്നാണ് കുട്ടികളുടെ മൊഴി. രക്ഷിതാക്കളുമായി സ്റ്റേഷനിലെത്തിയപ്പോഴും 2 പ്രതികളും നല്ല ഫിറ്റ്. ചെറിയ കല്ലുകൾ എറിഞ്ഞപ്പോൾ പോലും ട്രെയിനിന് വേഗം കൂടുതലാണെങ്കിൽ പല മടങ്ങ് ശക്തിയിലാകും യാത്രക്കാരുടെ മേൽ പതിക്കുക. ജീവാപായം പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കല്ലേറിൽ ഗുരുതരമായ പരിക്കേറ്റ് ജീവിതകാലം മുഴുവൻ ദുരിതം അനുഭവിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട്. ശക്തമായ അന്വേഷണം യാത്രക്കാർക്കും റെയിൽവേ ജീവനക്കാർക്കും ട്രെയിനുകളുടെ പ്രവർത്തനത്തിനും ഭീഷണിയാകുന്നതിനാൽ അതീവ ഗൗരവമാണ് റെയിൽവേ അധികൃതർ ഈ കല്ലേറിനെ കാണുന്നത്. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെ തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകൾക്ക് കീഴിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ RPFന്റെ വിവിധ യൂണിറ്റുകളെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിപുലമായ സ്ക്വാഡ് രൂപീകരിച്ച് ഊർജിത അന്വേഷണമാണ് ഓരോ കേസിലും നടത്തുന്നത്. പ്രതികളെ കണ്ടെത്താൻ രഹസ്യാന്വേഷണവുമായി RPF ക്രൈംബ്രാഞ്ച് വിഭാഗം സജീവമായി രംഗത്തുണ്ട്. 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര കുറ്റകൃത്യമാണ് ട്രെയിനിന് നേരെയുള്ള കല്ലേറ്. റെയിൽവേ ആക്ട് 153 പ്രകാരമാണ് കേസെടുക്കുക. യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുക, പാളത്തിൽ വസ്തുക്കൾ വെച്ച് ട്രെയിനിന്റെ യാത്ര തടസ്സപ്പെടുത്തുക തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിലാണ് വരിക. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നിവ പ്രകാരം റെയിൽവേ അധികൃതർ വൻതുക നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്യും. ക്യാമറകൾ ഫലപ്രദമാണ്. കേരളത്തിലൂടെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയ വേളയിൽ കല്ലേറ് നിത്യസംഭവമായിരുന്നു. വന്ദേ ഭാരതിന് മുന്നിലും പിന്നിലും വാതിലുകളിലും ക്യാമറകളുണ്ട്.
കല്ലേറ് നടത്തിയ ഒട്ടേറെ പേരെ ഈ ക്യാമറകളിലെ ദൃശ്യങ്ങളും കല്ലേറ് നടന്ന പ്രദേശങ്ങളിലെ CCTV ക്യാമറ ദൃശ്യങ്ങളും ഒത്തുനോക്കി RPF കണ്ടെത്തിയിരുന്നു. എറിഞ്ഞാൽ ക്യാമറകളിൽ പതിയുമെന്നും പിടിക്കപ്പെടുമെന്നുമുള്ള പേടി വന്നതോടെ സ്ഥിരം കല്ലേറുകാർ പിൻവാങ്ങി. ഇതേ മാതൃകയിൽ മറ്റു ട്രെയിനുകളിലും ക്യാമറ സ്ഥാപിച്ചാൽ കല്ലേറ് നടത്തുന്ന സാമൂഹിക വിരുദ്ധരെ കണ്ടെത്താനാകും. കല്ലെറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ സംബന്ധിച്ച് സ്കൂളിലെത്തി വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്ന റെയിൽ മിത്രം പദ്ധതി പാലക്കാട് ഡിവിഷന് കീഴിൽ മുൻപ് നടപ്പാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള ബോധവൽക്കരണം സജീവമാക്കണമെന്നും ആവശ്യം വരുന്നുണ്ട്. മറ്റു ചില അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ യുവാക്കൾക്ക് ദാരുണാന്ത്യം. കരിപ്പാടം ദാറു സുബഹ് വീട്ടിൽ TM റഷീദിന്റെ മകൻ മുർത്തസ അലിൻ റാഷിദ്, വൈക്കം പുളിംതുരുത്തിൽ അബുവിന്റെ മകൻ ദിദിക് മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ തലപ്പാറ കൊങ്ങിനി മുക്കിലായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്ന മൂന്നാമനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് റെഫ്രിജറേറ്ററുമായി പോയ ലോറിയും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. വിദേശത്തായിരുന്ന ഋതിക് മുഹമ്മദ് 1 മാസം മുൻപാണ് നാട്ടിൽ മടങ്ങി എത്തി ബിസിനസ് നടത്തുകയായിരുന്നു. ഇരുവരും അവിവാഹിതരാണ്. വൈക്കത്തുള്ള ഋതിക്കിന്റെ വീട്ടിൽ നിന്നും വെട്ടിക്കാട് മുക്കിലുള്ള മുർസാനയുടെ സ്ഥാപനത്തിലേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ലോറിയുടെ മുൻഭാഗവും തകർന്നു. സംഭവത്തെ തുടർന്ന് തലയോലപ്പറമ്പ് എറണാകുളം റൂട്ടിൽ മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അലിൻ റഷീദിന്റെ സംസ്കാരം കരിപ്പാടം മുഹീദ്ദീൻ ജമാ മസ്ജിദിൽ നടക്കും. ഋതിക് മുഹമ്മദിന്റെ സംസ്കാരം ഉദയനാപുരം നക്കംതുരുത്ത് ജുമാ മസ്ജിദിൽ നടക്കും. ഇതിനിടെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കാറിടിച്ചു വയോധികൻ മരിച്ച സംഭവത്തിൽ വൻ വഴിത്തിരിവ്. അപകടത്തിൽ അറസ്റ്റിലായ ഡ്രൈവർ വ്യാജ ചികിത്സയ്ക്ക് അറസ്റ്റിലായ ആളാണെന്ന് പോലീസ് പറയുന്നു. കേസിൽ പ്രതിയായ താനൂർ സ്വദേശി MP റിയാസ് ഇപ്പോൾ ജാമ്യത്തിലാണ്. നഴ്സായ ഇയാൾ മലപ്പുറത്ത് ഡോക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയിരുന്നു. വാഹനം ഓടിച്ചിരുന്നത് ഡോക്ടറായിരുന്നു എന്നായിരുന്നു അപകടത്തിന് പിന്നാലെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാർ ഓടിച്ചിരുന്നത് ഇക്കഴിഞ്ഞ 25-ന് രാവിലെ 6 പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ബ്ലൂ ഡയമണ്ട് മാളിന് മുൻവശത്തായിരുന്നു അപകടമുണ്ടായത്. ഈ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ കാർ വയോധികനെ യുവതിയെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. യുവതി പരിക്കുകളോടെ രക്ഷപ്പെട്ടുവെങ്കിലും വയോധികൻ മരിച്ചു. 72 വയസ്സുള്ള നടുവണ്ണൂർ സ്വദേശി ഗോപാലനാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. അപകടത്തിന് പിന്നാലെ കാറിൽ ഉണ്ടായിരുന്ന 2 പേരെയും നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനം ഓടിച്ചിരുന്നത് താനൂർ സ്വദേശി MP റിയാസ് ആയിരുന്നു. അപകട സമയത്ത് പരസ്പര ബന്ധമില്ലാത്ത രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അപകടകരമായ ഡ്രൈവിംഗ് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.